ഹലോ എവ്രി വൺ, ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പോർക്ക് കറിയാണ്. നിങ്ങൾക്കിത് ഗ്രേവി ആയിട്ടും എടുക്കാം, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതായത് അപ്പത്തിൻ്റെയും അതുപോലെ പുട്ടിൻ്റെയും കൂടെ ഒരുപോലെ പോകുന്ന പോലെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. കുക്കറിലൊരു 1/2 കിലോ 500 ഗ്രാം പോർക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. ഇതിലേക്ക് ഒരു സവോള നല്ല തിന്നായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുക. ഇനി അടുത്തത് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ചതച്ച് തന്നെ ചേർക്കണം, എന്നാലേ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു 7-8 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. ഇനി അടുത്തത് സ്പൈസസ് ആഡ് ചെയ്യാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1-2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയാണ് നമുക്ക് ആവശ്യമായ സ്പൈസസ്. ഇതെല്ലാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കണം. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യുക. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 3 വിസിലെങ്കിലും വരണം, എങ്കിലേ ആ ഫാറ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുള്ളൂ. പോർക്കിൻ്റെ ഫാറ്റ് സോഫ്റ്റ് ആയാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് അങ്ങനെ മാറ്റി വെക്കും. ഇനി നമ്മൾ വേറൊരു പാൻ എടുത്ത് അതിലാണ് ഇനി കുക്ക് ചെയ്യാൻ പോകുന്നത്. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർക്കുക. അതിലേക്ക് ഒരു സവോള അരിഞ്ഞ് ചേർക്കുക. ഇതിനി ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നിടം വരെ വഴറ്റണം. ആ ലൈറ്റ് ബ്രൗൺ കളർ വന്നാൽ ഒരു ചെറിയ സ്വീറ്റ്നെസ്, മധുരം വന്ന് കുറച്ചും കൂടെ ഒരു നല്ല ഫ്ലേവർ കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർക്കണം. ചെറുതായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് കുക്കാകാൻ എളുപ്പമുണ്ട്. തക്കാളി കുക്കായിട്ട് വരുമ്പം സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഞെക്കി അതിനെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ കുറച്ച് നേരം ആ വെള്ളം വറ്റുന്നത് വരെ കുക്ക് ചെയ്യണം. മസാലസ് എല്ലാം നല്ലപോലെ പിടിച്ച് ആ ഓണിയൻ്റെ ഫ്ലേവറും എല്ലാം നന്നായിട്ട് ഇറങ്ങി നന്നായിട്ട് കുക്കായി കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി വേണ്ടവർക്ക്, അതായത് പാലപ്പത്തിൻ്റെ കൂടെ അല്ല ചപ്പാത്തിയുടെ യൂസ് ചെയ്യുന്നെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ നിർത്താം. അതല്ല പുട്ടിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നതാണ് ടേസ്റ്റ്. ഇതിപ്പം നല്ല റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെയാണ് ഇങ്ങനെ കഴിക്കാൻ ഏറ്റവും നല്ല ടേസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.